ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ചെറിയൊരു വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വ്ളോഗിൽ രാവിലത്തെ മോർണിംഗ് റൂട്ടീനും, അതായത് ഇക്കാക്ക് ഓഫീസുള്ള ദിവസങ്ങളിൽ രാവിലത്തെ മോർണിംഗ് റൂട്ടീനും, പിന്നെ നല്ലൊരു കിഡിലൻ സ്നാക്ക് റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം, അഭിപ്രായങ്ങൾ പറയാം. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ഞാൻ മുമ്പത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ എണീറ്റ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ ടെൻഷനുള്ളൊരു കാര്യമെന്ന്. അപ്പോൾ രാവിലെ എണീറ്റ് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള റെഡിയാക്കാൻ പോവാണ്. കുട്ടികളെ സ്കൂൾ ക്ലോസ് ചെയ്തുകൊണ്ട് പിന്നെ ഒരു സമാധാനമുണ്ട്. ഇക്കാക്ക് ഓഫീസിലേക്കുള്ള കൊടുത്താൽ മതി. റോസ് എണീറ്റിട്ടില്ല കേട്ടോ, രാവിലെ തന്നെ അത്രയും നേരത്തെ നീക്കാറില്ല. റീനു നേരത്തെ നീക്കും. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് സമാധാനമുണ്ട്. പിന്നെ ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് ഓഫീസിലേക്കും കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. പിന്നെ മീൻ കറി കൊടുക്കാറില്ല, അത് ഞങ്ങൾക്ക് ഉള്ളത് രാവിലെ തന്നെ ചൂടാക്കി വെക്കുകയാണെങ്കിൽ ചോറുണ്ട്. അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഉച്ചത്തേക്ക് പിന്നെ നോക്കണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇക്കാക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാനാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. പിന്നെ ഇതാ വീറ്റ് പൊറോട്ടയാണ് ചൂടാക്കി എടുക്കുന്നത്. സാധാരണ ദോശയും പുട്ടൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഫ്രോസൺ പൊറോട്ട വാങ്ങിച്ചിട്ട് ഇതുപോലെ ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. ചിലർക്ക് തലേ ദിവസത്തെ മീൻ കറി രാവിലെ കഴിക്കുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമുണ്ടാവും തലേ ദിവസത്തെ മീൻ കറിയും പൊറോട്ടയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത്. ഒരു പ്രത്യേക ഒരു കോമ്പിനേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ പുട്ടും മീൻ കറിയും കഴിക്കുന്നതൊക്കെ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ കേട്ടോ, പൊറോട്ടയും മീൻ കറിയും, മീൻ മുളകിട്ടതും. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. ശരിക്കും പറയുകയാണെങ്കിൽ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊരു മടിയൊക്കെ തന്നെയാണ്. പക്ഷേ രാവിലെ എണീറ്റിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഉച്ചത്തേക്കുള്ള ലഞ്ചിൻ്റെ ഒക്കെ ഓൾറെഡി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കുറേ നേരം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. ഉച്ചത്തേക്ക് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇപ്പം ചോറ് ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ മീൻ കറി ചൂടാക്കി വെച്ചു. ഇനി ഒരു മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചത്തേക്കുള്ളതും റെഡിയായി. അപ്പോൾ അതാ പൊറോട്ടയും മീൻ കറിയും കൂട്ടി കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇക്ക പിന്നെ മീൻ കറിയൊന്നും കഴിക്കില്ല കേട്ടോ, രാവിലെ തന്നെ ഒന്നും ഓഫീസിലേക്കും കൊണ്ടുപോയില്ല. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പൊറോട്ടയും മീൻ കറിയൊക്കെ രാവിലെ കഴിക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു പ്രത്യേക ഒരു കോമ്പിനേഷനാണല്ലേ, രാവിലെ തലേ ദിവസത്തെ മീൻ കറി ചൂടാക്കി കഴിക്കുന്നത്. കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയുണ്ടാവും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം ഒരു 7-7:30 ആകുമ്പോഴേക്കും നമ്മൾ കഴിച്ച് കഴിയും. പിന്നെ ഓഫീസിലേക്ക് 7:30 ഒക്കെ ആകുമ്പോഴേക്കും പോകും. അപ്പം ഓഫീസിലേക്ക് പോയി. അപ്പോൾ കുറേ നാളായിട്ട് മക്കളിങ്ങനെ പറയാണ്, സ്കൂളൊക്കെ അടച്ചല്ലേ, അപ്പം ഒരു 10-11 മണിക്കൊക്കെ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടണം. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് 2017 ഷെയർ ചെയ്തിട്ടായിരുന്നു. പൊട്ടേറ്റോ വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ അതൊന്നുകൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അന്ന് ഞാൻ വോയിസ് ഇല്ലാണ്ടാണ് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണത് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച ശേഷം അതിൽ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ കൈകൊണ്ട് എത്ര ഉടച്ചാലും ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ചൂടോട് കൂടിയിട്ട് തന്നെ. എന്നിട്ട് അത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചാലും മതിയാകും. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ ഒരുപാട് മുമ്പ് ഇത് ഷെയർ ചെയ്തപ്പോൾ അന്ന് നല്ല റെസ്പോൺസ് ഇല്ലായിരുന്നു. കാരണം അന്ന് ഞാൻ യൂട്യൂബ് ഈ ചാനൽ തുടങ്ങിയ പാട് ഷെയർ ചെയ്ത റെസിപ്പിയാണത്. 2017 ഷെയർ ചെയ്ത റെസിപ്പിയായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് ഗാർലിക് പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ചാറ്റ് മസാല പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എല്ലാം കുറേശ്ശെ ചേർത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം. ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ കുറച്ച് എടുക്കുക കേട്ടോ. അത് കുറച്ച് വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണ്.
ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു മുട്ട ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് മാത്രം ചേർക്കുന്നുള്ളൂ. ഒരു മുട്ട മൊത്തത്തിൽ ചേർക്കണ്ട, കാരണം ഒരു ഉരുളക്കിഴങ്ങല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മുട്ട ചേർക്കണ്ട. അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പം ഒരുപാട് വെള്ളം വലിച്ചെടുക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് തുടച്ചെടുത്ത ശേഷം വേണം അത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള കോൺഫ്ലോർ വേണം എടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വലിയ ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കോൺഫ്ലോർ വേണ്ടി വരും. ആ ഒരു പരുവം നോക്കിയാൽ മതി കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയിലുള്ള മാവ് ആവുകയും ചെയ്യരുത്. അപ്പോൾ അതിനകത്തുള്ള കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇനിയിപ്പം എല്ലായിടത്തും പൈപ്പിംഗ് ബാഗ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ മാവ് അതിൽ നിറച്ചിട്ട് അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഈ പാലിൻ്റെ കവർ ഉണ്ടാവില്ല, അതൊന്ന് കഴുകിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു കവറൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, എന്തെങ്കിലും സാധനങ്ങൾ പൊടികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കവർ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ ഇങ്ങനെ നിറച്ചിട്ട് നമ്മളിത് പൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ബോളാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ അത് പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ മാവ് ആക്കിയിട്ട് കുറേ നേരം എടുത്ത് വെക്കരുത് കേട്ടോ, അപ്പം കുറച്ച് വെള്ളം പോലെ ആയിപ്പോവും. പെട്ടെന്ന് തന്നെ ചെയ്യണം. അപ്പം എണ്ണ ചൂടാക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. പക്ഷേ ഒരു മീഡിയം ചൂടുള്ള എണ്ണ ആക്കിയ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഒട്ടും ചൂടില്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ റൗണ്ടാക്കി ഇടരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് വരില്ല. ഇനി ഇതുപോലെ ഇങ്ങനെ നമ്മൾ ജിലേബിയൊക്കെ ആക്കുന്ന പോലെ ഇങ്ങനെ റൗണ്ടാക്കി കൊടുക്കുക. എണ്ണയുടെ ചൂട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അതുപോലെ നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരുപാട് കോൺഫ്ലോർ ചേർക്കും ചെയ്യരുത്, അപ്പോൾ ടേസ്റ്റും മാറിപ്പോകും. അപ്പോൾ അതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊട്ടാറ്റോ ചക്ലി അല്ലെങ്കിൽ പൊട്ടാറ്റോ മുറുക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. കുട്ടികൾക്കെല്ലാം എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഫ്ലേവറാണിത് കഴിക്കാൻ, ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഇത് ഒരു വശം ഏകദേശം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇത് പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊക്കെ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് മുകൾ ഭാഗം ഭയങ്കര ഡാർക്കായി പോകും. അപ്പോൾ അകത്ത് നന്നായിട്ട് കുക്കായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കാൻ. ഒട്ടും ലോ ഫ്ലെയിമിൽ വയ്ക്കും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്, അല്ല പൊട്ടാറ്റോ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്തത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണയുടെ ചൂട് നോക്കിയിട്ട് വേണം ഇതിങ്ങനെ ചെയ്തെടുക്കാൻ. ഒട്ടും ചൂടില്ലാണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ല സ്പൈസി ആയിട്ടുള്ള സ്നാക്സൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്വീറ്റ് സ്നാക്സൊക്കെ ആയിരുന്നു ഷെയർ ചെയ്തിരുന്നത്. അപ്പം നിങ്ങൾക്കായിട്ട് ഇതാ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള സ്നാക്കാണ്, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. ഇപ്പോൾ തന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ ഒരു ക്രിസ്പിനെസ് ഉണ്ടാകും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട്, അത്യാവശ്യം സോഫ്റ്റായിട്ട് വരുള്ളൂ, അല്ലാണ്ട് സോഫ്റ്റായിട്ടൊന്നും വരില്ല. എന്നാലും നമ്മൾ ആ ഒരു കോൺഫ്ലവർ കറക്റ്റ് അളവിൽ നമ്മൾ ചേർക്കുകയാണെങ്കിൽ കുറേ നേരം ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മക്കൾ പറയുന്നുണ്ടായിരുന്നു 10-11 മണിയാകുമ്പോൾ ഒക്കെ അവർക്ക് വിശക്കുന്ന സമയത്ത് ഞാൻ പറയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കി കഴിക്കാൻ പറയാറാണ്. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു സ്കൂളൊക്കെ അടച്ചതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്, ഒരു 11 മണി ആ ഒരു സമയത്തേക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിന്നാണ് നമ്മൾ ഈ 2 വീഡിയോസും നമുക്ക് ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാണ്ട്. ആദ്യം നമുക്ക് ഈ ഒട്ടും വയ്യാത്ത മടി പിടിച്ച ദിവസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്ളോഗിൽ നിന്ന് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ്സൊക്കെ സ്പോൺസർ ചെയ്യുന്നത് ഇൻകഹാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ്. 2 ഗിഫ്റ്റ്സാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കമൻറ്റും പ്ലസ് ഇൻകഹാനി നിങ്ങളുടെ പേര് അങ്ങനെ ടൈപ്പ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് കമൻറ്റ് പിക്കർ വെച്ചിട്ട് ആളെ സെലക്ട് ചെയ്യാം.
അപ്പോൾ സ്പെസിഫിക് ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകഹാനി എന്നാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി എത്ര കമൻറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. ഇൻകഹാനിയിൽ നിന്ന് എത്ര പേരാണ് ഈ ഒരു ഗിവ് എവേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. പിന്നെ ഗിവ് എവേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒന്നും ഫോളോ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഗിവ് എവേസിൽ തരുന്നവർ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി ആ ഒരു ലക്കിയസ്റ്റ് പേഴ്സൺ ആരാന്ന് നോക്കാം. 2000 സംതിങ് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾക്ക് ലക്കിയസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അഫ്രി ഷിയാണ്. ദിയു സെയിൻ വേൾഡ് ആണ് യൂട്യൂബ് നെയിം. മാഷാ അല്ലാ, ഇത്ത സൂപ്പർ, നിർദോഷ സൂപ്പർ എന്നൊക്കെ നന്നായിട്ട് അതേപോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിന്നർ ആരാന്ന് നോക്കാം. അടുത്ത വീഡിയോ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്ളോഗിൽ നിന്നാണ് നമ്മൾ ആ ഒരു വിന്നറെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യാം, എന്നിട്ട് കമൻറ്റ് പിക്കർ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ 2 വിന്നേഴ്സും എത്രയും പെട്ടെന്ന് എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ. അതിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഡ്രസ്സൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യുക. നാളെയും കൂടി വെയിറ്റ് ചെയ്യുള്ളൂ. മറ്റന്നാൾ ആളെ കണ്ടില്ലെങ്കിൽ ഞാൻ വേറെ ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം സ്പെസിഫിക് ടെക്സ്റ്റ് ഇൻകഹാനി തന്നെയാണ് കൊടുക്കുന്നത്. എത്ര കമൻറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. ഇനി 2260 കമൻറ്റ്സ് ഉണ്ട്. അത്രയും പേരാണ് ഈ ഒരു ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് നമുക്ക് ഒരാളെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ആരാണ് ആ ഒരു ലക്കിയസ്റ്റ് പേഴ്സൺ നോക്കാം. ഇൻകഹാനിയാണ് ഗിഫ്റ്റ്സ് സ്പോൺസർ ചെയ്യുന്നത്. നൗറീൻ കിച്ചൺ ആണ് വിന്നർ. യൂട്യൂബ് നെയിം നൗറീൻ കിച്ചൺ എന്നാണ്. ഇൻകഹാനി നൗറീൻ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. സൂപ്പർ, ഇത് കമൻ്റൊക്കെ ശരിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഈ വിന്നേഴ്സ് കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്